ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പുതിയ വാഹനങ്ങളുടെ വിലയെക്കുറിച്ചാണ്. അപ്പോൾ സെയില് എങ്ങനെ കൂട്ടാം എന്നതിനെക്കുറിച്ചും സാധാരണക്കാർക്ക് എങ്ങനെ ഉപകാരപ്പെടും എന്നതിനെക്കുറിച്ചുമാണ്. അപ്പോൾ ഒരു വാഹനം നമ്മൾ മേടിക്കാൻ ചെല്ലുമ്പോൾ എക്സ്-ഷോറൂം വിലയാണ് നമ്മളോട് അവർ പറയുക. എക്സ്-ഷോറൂം വില എന്ന് വെച്ചാൽ വണ്ടിയുടെ വില ഒരു 370 എക്സ്പ്രസോ കാറെന്ന് വിചാരിക്കുക, 3,70,000. അപ്പോൾ അതിൻ്റെ ടാക്സ് ഏകദേശം 1,00,000 പിടിച്ചിട്ടാണ് 370. അതായത് 270 ശരിക്കുള്ള കാറിൻ്റെ വില വരുന്നത്. 1,00,000 ടാക്സ് പിടിക്കുമ്പോൾ 370 അങ്ങനെ വരുന്നത്. പിന്നെയാണ് നമുക്ക് റോഡ് ടാക്സിൻ്റെ എക്സ്ട്രാ വരുന്നത്, പിന്നെ ഇൻഷുറൻസ്, പിന്നെ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനുള്ളത്, പിന്നെ ആക്സസറീസ്, അങ്ങനെ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടാണ് ഈ സാധനം 5 ലക്ഷത്തിലൊക്കെ ഓൺ റോഡ് വരുന്നത്. അപ്പോൾ ഒരു സാധാരണക്കാരനപ്പോൾ ഒരു കാർ മേടിക്കാൻ ചെല്ലുമ്പോൾ ഒരുപാട് പ്രോസസ്സിങ്ങിലൂടെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു എന്തെങ്കിലും ഒരു വസ്തു, ഒരു TV എന്തെങ്കിലും മേടിക്കാൻ പോയിക്കോ, ആ സാധനം ടാക്സ് എല്ലാം കടന്നിട്ടാണ് വരുന്നത്. ഇൻഷുറൻസും റോഡ് ടാക്സും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വില കാണിക്കുന്നുണ്ട്, എത്ര ടോട്ടൽ വില, MRP. അപ്പോൾ MRP ഇതേപോലെ തന്നെ നമ്മൾ വാഹനങ്ങളിലും ഷോറൂം പറയണം. MRP എന്ന് വെച്ചാൽ ഓൺ റോഡ് പ്രൈസ് പറയണം. ഓൺ റോഡ് ഇത്രയാകുന്ന മാത്രമേ സാധാരണക്കാരോട് പറയാൻ പാടുള്ളൂ. എന്നാലും നിങ്ങളുടെ സെയില് കൂടുതലായിട്ട് നടക്കുള്ളൂ. ഷോറൂം പ്രൈസ് എന്നിട്ട് ആൾക്കാർ ഒരു 90% ആൾക്കാർ പോകണേലും 20% ആൾക്കാരായിരിക്കും വാഹനം മേടിക്കുക. പിന്നെ കേന്ദ്ര സർക്കാരിനോട്, കേരള സർക്കാരിനോടും എല്ലാം പറയാനുള്ളത് ഇൻഷുറൻസ് നമ്മളൊരു 5 വർഷം കഴിഞ്ഞ വണ്ടിക്ക് ഓരോ വർഷമല്ലേ ഇൻഷുറൻസ് എടുക്കണം. ഓരോ വർഷം പുതിയ വണ്ടിക്കും ഇൻഷുറൻസ് കൊടുത്താൽ മതി നിങ്ങൾ. അപ്പോൾ സെയില് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. സെയില് കൂട്ടിയാലല്ല നിങ്ങൾക്ക് ടാക്സ് മേടിക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഇൻഷുറൻസ് 5 വർഷത്തേക്ക് മേടിക്കുമ്പോൾ ഏകദേശം ഒരു വണ്ടിക്ക് തേർഡ് പാർട്ടിക്ക് ഏകദേശം ഇൻഷുറൻസ് ഒരു 3000-ൻ്റെ അടുത്താണല്ലോ 1000cc കാറിന്. അപ്പോൾ അതിനകത്ത് തന്നെ ഒരു 5 വർഷത്തേക്ക് വരുമ്പോൾ നല്ലൊരു വില കുറയും അതിനകത്ത്. പിന്നെ റോഡ് ടാക്സ് വേണം നിങ്ങൾക്ക് 15 വർഷത്തേക്ക് മാറ്റിയിട്ട് 5 വർഷത്തേക്കാക്കാം. റോഡ് ടാക്സ് 15 വർഷത്തേക്കാണല്ലോ നമ്മൾ മേടിക്കുന്നത്, അതായത് കേരള സർക്കാർ. അപ്പോൾ അത് 5 വർഷത്തേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ 5 വർഷം കഴിയുമ്പോൾ അത് അടച്ചാൽ മതി. ഫിറ്റ്നസ് മാത്രം 15 വർഷം കിടന്നോട്ടെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വില കുറച്ച് ഈ പ്രൈസിങ്ങൊക്കെ ഇച്ചിരി കുറച്ച് കഴിഞ്ഞാൽ നല്ല സെയിൽ നടക്കും, നിങ്ങൾക്ക് ടാക്സ് കിട്ടും, രാജ്യത്തിനും ഗുണകരമാണ്. ഏതൊരാൾക്കും കാറ് മേടിക്കാം. അപ്പോൾ ഇപ്പോഴും ഇന്ത്യയിൽ ഈ ടാക്സിൻ്റെ ഒരുപാട് നൂലാമാലകൾ കാരണമാണ് ആൾക്കാർ കാറ് അങ്ങനെ കാര്യങ്ങളൊന്നും മേടിക്കാത്തത്. സെയിൽ നടക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യുക. റോഡ് ടാക്സ് 5 വർഷമാക്കുക, ഇൻഷുറൻസ് 1 വർഷത്തേക്ക് കൊടുക്കുക പുതിയ വണ്ടിക്ക്. പിന്നെ ഷോറൂമായിട്ട് കമ്പനി ചെയ്യേണ്ടത് ഓരോ മോഡലുണ്ടാവുമല്ലോ വണ്ടിക്ക്. അപ്പം മോഡലിൻ്റെ ആക്സസറീസ് ഉൾപ്പെടുത്തി വില നിശ്ചയിക്കുക. അതായത് പിന്നെ ഫുൾ ഓപ്ഷൻ, അങ്ങനെ പല ഇതുണ്ടാവുമല്ലോ, സ്റ്റാൻഡേർഡ്, അങ്ങനെ. സ്റ്റാൻഡേർഡിന് ഓൺ റോഡ് പ്രൈസ് എന്ന രീതിയിൽ അല്ലാതെ തന്നെ അതിൻ്റെ MRP വില, അതായത് ഇൻഷുറൻസ് 1 വർഷത്തേക്കും റോഡ് ടാക്സ് 5 വർഷത്തേക്കും എല്ലാം ഉള്ള ഒരു സ്റ്റാൻഡേർഡ് വണ്ടി, അതിന് വില MRP എന്ന രീതിയിൽ അതിനകത്ത് എല്ലാം ഉൾക്കൊള്ളണം. അപ്പോൾ അങ്ങനെ ഉൾക്കൊണ്ടിട്ടൊരു വില
ആണ് നിങ്ങൾ പറയേണ്ടത്. അത് നിങ്ങളൊരു 3 ലക്ഷത്തിനോ 4 ലക്ഷത്തിനോ വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽ നല്ലോണം നടക്കും. അല്ലാണ്ട് ഈ ഉടായ്പ പരിപാടിയൊന്നും നടക്കില്ല. ഉടായ്പ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവന്മാർ 1 ലക്ഷം 1.5 ലക്ഷമൊക്കെ കുറവുണ്ടെന്ന് പറയും. എന്നിട്ട് ഏതൊക്കെയാണ് പറയണത്? പിന്നെ ഇതേ സെയിം ഒരാൾ ഉള്ള കമ്പനി അയക്കണം, അതായത് നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വേണം. പിന്നെന്താ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. എക്സ്ചേഞ്ച് കാറ് അങ്ങനെ കൊടുക്കണം. പിന്നെ ആദ്യമായിട്ട് കാറ് മേടിക്കണവരാണെങ്കിൽ അതിൻ്റെ ബൈക്ക് എക്സ്ചേഞ്ച് ആണെങ്കിൽ അങ്ങനെ. എന്തിനാണ് അങ്ങനെയൊക്കെ? നിങ്ങൾ പ്രൊഡക്റ്റിൽ വിൽക്കണത്. അപ്പോൾ പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ അതിൻ്റെ ഒരു MRP പറ. ആൾക്കാരെ പറ്റിക്കാനാണ് 100% വാഹന മേഖല. അപ്പോൾ അതിനൊരു അറുതി ഉണ്ടാകട്ടെ. ഒരു MRPയിൽ കച്ചവടം നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു.